छात्रों, आप सबका स्वागत है। आज हम 11वीं कक्षा की हिंदी पाठ्य पुस्तिका की अंतिम यूनिट का पहला पाठ अपराध नामक एक कहानी का अध्ययन करने जा रहे हैं। देखिए, पाठ का नाम है अपराध। अपराध का अर्थ क्या है? കുറ്റകൃത്യം, തെറ്റ്, അപരാധം. एक कहानी है, ഇതൊരു കഥയാണ്. उदय प्रकाश द्वारा लिखित एक कहानी है अपराध. कहानीकार का नाम क्या है? उदय प्रकाश. उदय प्रकाश എഴുതിയ ഒരു കഥയാണ് अपराध. देखिए पहले उदय प्रकाश के बारे में. उदय प्रकाश जन्म 1 जनवरी 1952, शहडोल जिला, मध्य प्रदेश. उदय प्रकाश का जन्म 1 जनवरी 1952 को मध्य प्रदेश के शहडोल जिला में हुआ. അദ്ദേഹം ജനിച്ചത് 1952 ജനുവരി 1 മധ്യപ്രദേശിലെ ഷഹഡോൾ ജില്ലയിലാണ്. പ്രമുഖ രചനായും അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചനകൾ കവിതാ സംഗ്രഹ്, അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങളാണ്. സുനോ കാരീഗർ, അബൂത്തർ കബൂത്തർ, രാത് മെയിം ഹാർമോണിയം, ഏക് ഭാഷ ഹുവാ കർത്തി ഹെ, കവീനെ കഹ. കഹാനി സംഗ്രഹ് അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരങ്ങളാണ്. ദരിയായി ഘോഡ, തിരിച്ച് और अंत में प्रार्थना, पोल गोमरा का स्कूटर, पीली छतरी वाली लड़की, मोहनदास, मैंगोसिल. पुरस्कार: केंद्र साहित्य अकादमी पुरस्कार, भारत भूषण अग्रवाल पुरस्कार, मुक्तिबोध सम्मान. ഇതൊക്കെ അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളാണ്. विशेषताएं: उत्तराधुनिक समय को संप्रेषित करने की क्षमता. ഉത്തരാധുനിക സമയത്തെ പ്രകടിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് അദ്ദേഹത്തിൻ്റെ രചനകളുടെ ഒരു വിശേഷതയാണ്. കവിതാവും അവർ കഹാനിയോं को രാഷ്ട്രീയ एवं അന്താരാഷ്ട്രീയ പഹചാൻ. കവിതകളിലും കഥകളിലും ദേശീയവും ഇൻ്റർനാഷണലുമായിട്ടുള്ള അന്താരാഷ്ട്രീയമായിട്ടുള്ള പഹചാൻ, അടയാളപ്പെടുത്തൽ. ദേൻ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ. മനുഷ്യ की कोमल संवेदनशीलता को बचाए रखने का आह्वान. മനുഷ്യരുടെ കോമള വികാരങ്ങളെ സംരക്ഷിക്കാനുള്ള ആഹ്വാനം. ഇതാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന. സംപ്രതി അദ്ദേഹം ഇപ്പോൾ ജവഹർലാൽ നെഹ്റു വിശ്വവിദ്യാലയമേം അധ്യാപക ഹെ. ജവഹർലാൽ നെഹ്റു വിശ്വവിദ്യാലയ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനാണ്. ഇമെയിൽ അഡ്രസ് ഉണ്ട്, udayprakash7@hotmail.com. समकालीन कहानी होने का सबसे बड़ा प्रमाण है उसकी अकृत्रिमता. ഇന്നത്തെ കഥകളുടെ, അതായത് ഇന്ന് നമ്മൾ കാണുന്ന കഥകളുടെ സബ്സെ ബഡാ പ്രമാൺ ഹെ, ഏറ്റവും വലിയൊരു തെളിവ്, ഉസ്കി അകൃത്രിമത ഹെ, അതിൻ്റെ കൃത്രിമത്വം ഇല്ലായ്മയാണ്. അതായത് നാച്ചുറലായിട്ടുള്ള കണ്ടൻ്റാണ് ഇന്നത്തെ കഥകൾ ആണ് എന്നതിൻ്റെ തെളിവ്. സമകാലീന കഥാകാർ ഘടനാക്കോ സീതേ പ്രസ്തുത കർത്തേ ഹൈം. ഇന്നത്തെ കഥാകൃത്തുക്കൾ ഘടനാക്കോ സംഭവങ്ങളെ സീതേ പ്രസ്തുത കർത്തേ ഹൈം നേരെ അങ്ങ് പ്രകടിപ്പിക്കുകയാണ്, ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ കഥാകൃത്തുക്കൾ ചെയ്യുന്നത് സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളെ നേരിട്ട് കഥകളിലൂടെ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഘടനാ സെ ഉത്പന്ന സമസ്യ കെ സമാധാൻ പർ വേ ചിന്തിത് നഹീം ഹെ. ആ ഒരു ഇൻസിഡൻറ്റുമായി നിന്നും ഉണ്ടായിട്ടുള്ള സമസ്യ കെ സമാധാൻ പർ, പ്രശ്നത്തിൻ്റെ പരിഹാരത്തെക്കുറിച്ച് വേ ചിന്തിത് നഹീം ഹെ, അവർ ചിന്തിക്കുന്നില്ല. ജീവൻ മേ ഘടിത് ഹോനെ വാലി സാധാരണ ഘടനാ ഭി. ജീവിതത്തിൽ സംഭവിക്കുന്ന സാധാരണ ഇൻസിഡൻറ്റുകൾ പോലും ഉൻകെ ലിയേ കഹാനി ഹെ, അവരെ സംബന്ധിച്ച് കഥകളാണ്. ക്യോങ്കി കഹാനി ജീവൻ സെ ജുഡി ഹെ. ഇസ്കാ കാരണം ഹെ കി കഹാനി ജീവൻ സെ ജുഡി ഹെ. ഇതിൻ്റെ കാരണം ഇതാണ്, കഥ എന്ന് പറയുന്നത് ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്ന സാധാരണ
സംഭവ വികാസങ്ങളും അവരെ സംബന്ധിച്ച് കഥകളാണ്. ഇതിനർത്ഥം ഇതാണ്, ജീവിതത്തിൽ നടക്കുന്ന സാധാരണ സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്നത്തെ ആധുനിക കാലത്തെ അല്ലെങ്കിൽ സമകാലീന കഹാനികാർ തങ്ങളുടെ കഥകൾ എഴുതുന്നത്. അപരാധ് ഖടിത് ഘടനാ സെ ഉത്പന്ന പശ്ചാത്താപ് കാ ലേഖാ ജോക്കാ ഹെ. അപരാധ് എന്ന് പറയുന്ന ഈ കഥ ഖടിത് ഘടനാസെ സംഭവിച്ച ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്ത അല്ലെ അതിൽ നിന്നും ഉണ്ടായിട്ടുള്ള പശ്ചാത്താപ് കാ ലേഖാ ജോക്കാ ഹെ, പശ്ചാത്താപത്തിനെ കുറിച്ച് എഴുതപ്പെട്ടതാണ്. അതായത് നടന്ന സംഭവത്തിനെ ആസ്പദമാക്കി അല്ലെങ്കിൽ നടന്ന സംഭവത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു പശ്ചാത്താപത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന അപരാധ് എന്ന് പറയുന്ന കഹാനി. ഓക്കെ, देखिए कहानी अपराध. यह कहानी खड़िद एक घटना से उत्पन्न कहानी है. ഈ കഥ നടന്ന ഒരു സംഭവത്തിൽ നിന്നും ഉണ്ടായ ഒരു കഥയാണ്. देखिए, मेरे भाई मुझसे 6 साल बड़े थे. എൻ്റെ സഹോദരൻ മുझसे എന്നെക്കാട്ടിലും 6 साल बड़े थे 6 വയസ്സ് വലുതായിരുന്നു, മൂത്തതായിരുന്നു. എന്നെക്കാട്ടിലും 6 വയസ്സ് മൂപ്പായിരുന്നു എൻ്റെ സഹോദരന്. ആശ്ചര്യതാക്കി, ആശ്ചര്യമുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. എന്താണെന്ന് നെക്സ്റ്റ് സെൻറ്റൻസിൽ പറയും. എന്താണ് ആശ്ചര്യം? ആശ്ചര്യം ഇതായിരുന്നു. ആശ്ചര്യം ഇതായിരുന്നു. എന്തായിരുന്നു? അടുത്ത സെൻറ്റൻസിലാണ് അതെന്താണെന്ന് പറയുന്നത്. സോ അതിനെ സൂചിപ്പിക്കുവാൻ കി, ഇടതുവശത്ത് വള്ളിയുള്ള കി ഉപയോഗിച്ചിരിക്കുന്നു. ആശ്ചര്യത കി, ആശ്ചര്യം ഇതായിരുന്നു. പൂരേ ഗാവുമേയും സഭീലെടുക്കെ, ആ ഗ്രാമത്തിലെ എല്ലാ ആൺകുട്ടികളും മുझसे 6 വർഷ ബഡേ ഥേ, എന്നെക്കാട്ടിലും 6 വയസ്സ് മൂത്തതായിരുന്നു. അതായത് ഒരു പ്രധാനപ്പെട്ട യാദൃച്ഛികമായാൽ ആശ്ചര്യപ്പെടേണ്ട ഒരു കാര്യം, എൻ്റെ സഹോദരൻ മാത്രമല്ല ആ ഗ്രാമത്തിലെ മിക്ക കുട്ടികളും എന്നെക്കാട്ടിലും 6 വയസ്സ് മൂത്തതായിരുന്നു. അവരെക്കാട്ടിലും എല്ലാം 6 വയസ്സ് ഇളയതായിരുന്നു ഞാൻ. മൈം ഇസീലിയെ സബ്സേ ചോട്ടാ താ, അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും ചെറുതായിരുന്നു. ഓർ അകേലാ താ, ഒറ്റപ്പെട്ടവനായിരുന്നു. കാരണം ഒരേ ഏജിലുള്ള കൂട്ടുകാർ ആർക്കില്ല? ഈ ഞാൻ എന്ന് പറയുന്ന ഈ കഥാപാത്രത്തിനില്ല. അതുകൊണ്ട് ഒറ്റപ്പെട്ടിരുന്നു. സബ് ഖേൽത്തേ തോ ഉൻകെ പീച്ചെ മൈ ലഗ് ജാത്താ, എല്ലാവരും കളിക്കുമ്പോൾ ഉൻകെ പീച്ചെ, അവരുടെ പുറകിൽ മൈ ലഗ് ജാത്ത, ഞാൻ പോകുമായിരുന്നു. അപ്പോൾ എല്ലാവരും കളിക്കുന്ന സമയത്ത് എൻ്റെ പ്രായക്കാരായിട്ടുള്ള ആരുമില്ല. അതുകൊണ്ട് എന്നെക്കാട്ടിലും മൂത്ത ആ കുട്ടികൾ കളിക്കുമ്പോൾ അവരുടെ പുറകെ ഞാൻ പോകുമായിരുന്നു. മേരെ ഭായ് ബച്പൻ സേ അപാഹിജ് ഥേ, എൻ്റെ സഹോദരൻ കുട്ടിക്കാലം മുതലേ അപാഹിജ് ഥേ, വൈകല്യമുള്ള ആളായിരുന്നു, മുടന്തനായിരുന്നു. അതായത് ഒരു കാലിന് പ്രശ്നമുള്ള ആളായിരുന്നു. ഉൻകെ ഏക് പൈർക്കോ പോളിയോ ഹോ ഗയാ ഥാ, ആ സഹോദരൻ്റെ ഏക് പൈർക്കോ, ഒരു കാലിന് പോളിയോ ഹോ ഗയാ ഥാ, പോളിയോ മീൻസ് പോളിയോ ബാധിച്ചതായിരുന്നു. ലേക്കിൻ എന്നാൽ വേ ബഹുത് സുന്ദർ ഥേ, അദ്ദേഹം വളരെയധികം സുന്ദരനായിരുന്നു. ദേവതാവും കി തരഹ്, ദേവതമാരെ പോലെ. വേ ആസ്പാസ് കെ കൈ ഗാവോമേയും, അദ്ദേഹം സമീപത്തെ കൈ ഗാവോമേയും, ഒരുപാട് ഗ്രാമങ്ങളിൽ സബ്സെ അച്ചേ തൈരാക്ക് ഥേ, ഏറ്റവും നല്ല നീന്തൽ വിദഗ്ധനായിരുന്നു. തൈരാക്ക് ഥേ, നല്ലപോലെ നീന്താൻ അറിയുന്ന ആളായിരുന്നു. അവർ ഉൻകോ ഹാത്ത് കെ പഞ്ചോങ്കി ലഡായിമേയും, അദ്ദേഹത്തിന് ഹാത്ത് കെ പഞ്ചോങ്കി ലഡായി, കൈകൊണ്ടുള്ള പഞ്ചഗുസ്തി ഉണ്ടല്ലോ, അതാണ് പഞ്ചോങ്കി ലഡായി. പഞ്ചഗുസ്തിയിൽ കോയി നഹി ഹരാ സക്താദ, അദ്ദേഹത്തിന് ആർക്കും നഹി ഹരാ സക്താദ, തോൽപ്പിക്കാൻ കഴിയില്ലായിരുന്നു. അതായത് അടുത്തുള്ള ഗ്രാമങ്ങളിലെ ഏറ്റവും നല്ല നീന്തൽക്കാരനാണ്. കൂടാതെ പഞ്ചഗുസ്തിയിൽ അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ലായിരുന്നു. അത്രയ്ക്ക് ശക്തനായിരുന്നു. കൂടാതെ സുന്ദരനുമായിരുന്നു. ഖൂസേ സേ നാരിയൽ ഓർ ഈൻഡേം തോട് ദേത്തേ ഥേ, അതായത് മുഷ്ടി ചുരുട്ടി, കൂസേസെ നാരിയൽ
തേങ്ങയും അവർ ഈണ്ടയും ചുടുകട്ടയുമൊക്കെ തോട് ദേത്തേതെ പൊട്ടിച്ചിരുന്നു. ജബ്കി മൈ ദുബല പതലാഥ, എന്നാൽ ഞാനോ ദുബല പതലാഥ, മെലിഞ്ഞവനായിരുന്നു, ദുർബലനായിരുന്നു, കംസോർ ദുർബലനായിരുന്നു. ഓർ ചിഡ്ചിട മുൻകോപിയുമായിരുന്നു. മുझे अपने भाई से ईर्ഷ്യ होती थी, എനിക്ക് അപ്പനെ ഭായി സെ എൻ്റെ സഹോദരനോട് ഈർഷ്യ ഹോത്തി ഥി, അസൂയ തോന്നിയിരുന്നു. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ ഉൻകെ ബഹുത് സാരെ ദോസ്ത് തെ, അദ്ദേഹത്തിന് ഒരുപാടധികം കൂട്ടുകാരുണ്ടായിരുന്നു. അക്കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തോട് അസൂയ തോന്നിയിരുന്നു. മൈം സബ്സെ ഛോട്ടാ താ, ഞാൻ ഏറ്റവും ചെറുതായിരുന്നു. ഇസലിയെ മൈം ഭായി കേലിയെ ഏക്ക് ഉത്തരദ്വായിത്വ കി തരഹ് താ, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സഹോദരനെ സംബന്ധിച്ച് ഒരു ഉത്തരവാദിത്വം പോലെയായിരുന്നു. അതായത് എന്നെ നോക്കുക സഹോദരനെ സംബന്ധിച്ച് വലിയൊരു ഉത്തരവാദിത്തമാണ്. മൂത്ത ജ്യേഷ്ഠനാണ്, 6 വയസ്സ് മൂത്ത ആളാണ്. അപ്പോൾ എന്നെ ഒരു സംരക്ഷിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമായിരുന്നു. വേ മുझसे പ്യാർ കർത്തേ ഥേ, അദ്ദേഹം എന്നെ സ്നേഹിച്ചിരുന്നു. അവർ മേരെ പ്രതി, എന്നോട് ഉൻകാ രൂഖ്, അദ്ദേഹത്തിൻ്റെ നിലപാട് ഏക സംരക്ഷക കി ജിമ്മേദാരി ജൈസാദ, ഒരു സംരക്ഷകൻ്റെ ഉത്തരവാദിത്വത്തെ പോലെ ആയിരുന്നു. അപ്പോൾ എന്നെ വളരെയധികം സ്നേഹിച്ചിരുന്നു. എന്നോടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് എങ്ങനെയായിരുന്നു? വളരെയധികം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് എന്നെ സംരക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്തം അദ്ദേഹം നിറവേറ്റിയിരുന്നു. സബ് കേൽത്തെ ഓർ മൈം ചോട്ടാ ഹോനെ കെ കാരൻ അകേല പട് ജാത്താ ഥോ, സബ് കേൽത്തെ എല്ലാവരും കളിക്കുകയും, മൈൻ ചോട്ടാ ഹോനെ കെ കാരൻ ഞാൻ ചെറുതായത് കാരണം, അകേല പട് ജാത്താ ഥോ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കാണുമ്പോൾ, ഭായി ആക്കർ എൻ്റെ സഹോദരൻ വന്നിട്ട്, മേരി മദത് കർത്തെ എന്നെ സഹായിക്കുമായിരുന്നു. അതായത് എല്ലാവരും കളിക്കുമ്പോൾ ഞാൻ ഏറ്റവും ഇളയവന് 6 വയസ്സ് ഇളയതായത് കാരണം ഒറ്റയ്ക്കിരിക്കും. അത് കാണുമ്പോൾ എൻ്റെ സഹോദരൻ എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യും. എങ്ങനാ? ജോഡി ഔർ പാലിവാലെ കൈ കേലോമേയും, ജോഡിയായിട്ടും അതായത് 2 പേര് വെച്ച് കളിക്കുന്നതും, അവർ പാലിവാലെ, പാലി പറഞ്ഞ ടീമായിട്ടുള്ള, കൈ കേലോമേയും ഒരുപാട് കളികളിൽ, വേ അദ്ദേഹം, മുച്ചെ എന്നെ, അപ്പനീ പാലിമേയും അദ്ദേഹത്തിൻ്റെ ടീമിൽ ഷാമിൽ കർലേത്തേതെ പങ്കെടുപ്പിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ, ഇപ്പോൾ ടീമായിട്ടോ ജോഡിയായിട്ടോ ഉള്ള കളിയാണെങ്കിൽ അദ്ദേഹം എന്നെ ആ ടീമിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോഡിയായിട്ട് എന്നെയും കൂടെ കൂട്ടുമായിരുന്നു. കൊയ് ദൂസരാലെടുക്ക അപ്പനീ പാലിമേയും, മറ്റൊരാൺകുട്ടിയും അപ്പനീ പാലിമേയും തൻ്റെ ടീമിൽ മുച്ചേ എന്നെ ഷാമിൽ കർക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട്, ഹാർ കാ കതര നഹി ഉഡാനാ ചാത്താതാ, ഹാർ എന്ന് പറഞ്ഞാൽ തോൽവിയുടെ ഒരു കതര അപകടം, അപ്പോൾ തോൽവിയുടെ ഒരു അപകടം എടുക്കുവാൻ ആഗ്രഹിച്ചിരുന്നില്ല. അർത്ഥം ഇതാണ്, വേറൊരാളും എന്നെ ടീമിലെടുത്ത് അവർ സ്വയം തോൽവി വാങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ട്, പക്ഷെ അത് അവർ തയ്യാറായിരുന്നില്ല. എൻ്റെ അർത്ഥം ഇതാണ്, ഞാൻ ഇളയതായതുകൊണ്ട് നന്നായിട്ട് കളിക്കില്ല, അതുകൊണ്ട് ആ ടീം പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മറ്റുള്ള കുട്ടികളാരും ഈ എന്നെ ഞാനെന്ന് പറയുന്ന ഈ കഥാപാത്രത്തെ കളിക്കാനായിട്ട് കൂട്ടാറില്ലായിരുന്നു. പക്ഷെ ആര് കൂട്ടും? സ്വന്തം സഹോദരൻ. അക്സർ മിക്കപ്പോഴും ഭായി മേരി വജഹ് സേ ഹി ഹാർത്തേ, മിക്കപ്പോഴും എൻ്റെ സഹോദരൻ മേരി വജഹ് സേ ഹി, ഞാൻ കാരണത്താൽ, എന്നെ കാരണം, ഹാർത്തേ തോൽക്കുമായിരുന്നു. ഫിർ ഭി എന്നിട്ടും, വേ മുझसे കഭി കുച്ച് നഹീ കഹത്തെ ദേ, എന്നോട് ഒരിക്കലും ഒന്നും പറഞ്ഞില്ല. അതായത് ഒരു വഴക്കോ ഒന്നും എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മൈം ഉൻകി ജിമ്മേദാരി ഥ, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമായിരുന്നു. അവർ വഹുസെ നിഭാന ചാത്തേതെ, അദ്ദേഹം അത് നിഭാന ചാത്തേതെ നിറവേറ്റാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. ജഹാൻ തക്ക് മുझे യാദ് ഹേ, എത്രത്തോളം എപ്പോൾ വരെ എനിക്ക് ഓർമ്മയുണ്ടോ, ഉനോനെ കഭി മുझे നഹീ മാരാ, അദ്ദേഹം എന്നെ ഒരിക്കലും അടിച്ചിട്ടില്ല. അതായത് എനിക്ക് ഓർമ്മയുള്ളിടത്തോളം കാലവും അദ്ദേഹം എന്നെ അടിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല, എന്നെ അടിച്ചിട്ടില്ല. ജോ കുച്ച് മൈം ബതാനെ ജ രഹാ ഹൂം, എന്താണോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്,
ഉസ്കാ സംബന്ധ് അതുമായിട്ടുള്ള ബന്ധം ഭായി ഓർ മുജ്സേ ഹി ഹെ എന്നിലും എൻ്റെ സഹോദരനിലും നിക്ഷിപ്തമാണ്. എൻ്റെ അർത്ഥം ഇതാണ്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെക്കുറിച്ചും എൻ്റെ സഹോദരനെക്കുറിച്ചും ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. യഹ് ബഹുത് മഹത്വപൂർണ്ണ ഘടന ഹെ ഇത് വളരെ മഹത്വപൂർണമായ ഒരു ഇൻസിഡൻ്റ് ആണ്, സംഭവമാണ്. ऐसी घटना जो जीवन भर आपका साथ नहीं छोड़ती ഇങ്ങനെ ഒരു സംഭവം ജീവിതം മുഴുവൻ ജീവിതത്തിൽ എല്ലായിടത്തും അല്ലെ ജീവിതത്തിൽ മുഴുവൻ ആപ്കാ സാത്ത് നഹീം ചോടത്തി നിങ്ങളോടൊപ്പം അല്ലെ നിങ്ങളിൽ നിന്നും വിട്ടുപോകില്ല. അപ്പം ഇങ്ങനെ ഒരു സംഭവം ജീവിതം മൊത്തം താങ്കളിൽ നിന്നും വിട്ടുപോകാത്തതാണ്. അവർ അക്സർ സ്മൃതിമേ മിക്കപ്പോഴും ഓർമ്മകളിൽ ബീച്ച് ബീച്ചുമേ ഇടയ്ക്കിടയ്ക്ക് കഹീം അചാനക് പലപ്പോഴും അചാനക് പെട്ടെന്ന് സുൽഗനയിലെത്തി ഹെ അതായത് ഇങ്ങനെ പുകയല്ലെ കത്താൻ തുടങ്ങും. കിസി അങ്കാരേക്ക് തരഹ് ഒരു തീക്കനൽ പോലെ. അതായത് എൻ്റെ അർത്ഥം ഇതാണ്, ഈ പറയുന്ന സംഭവം ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നിന്നും പോകാറില്ല. അത് മിക്കപ്പോഴും ഓർമ്മകളിൽ ഇടയ്ക്കിടയ്ക്കും പെട്ടെന്നൊക്കെ അത് ഒരു കത്തി വരും. അതായത് കത്തി വരിക എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ തീ പോലെ ഇങ്ങനെ വരാറുണ്ട് ഓർമ്മകൾ. കിസി അങ്കാരേക്ക് തരം ഒരു തീക്കനൽ പോലെ അത്രയ്ക്ക് പൊള്ളുന്ന ഒരു അനുഭവമാണ് ഈ സംഭവം. ഹുവാ ഉസ് ദിൻ യഹ്കി ആ ദിവസം സംഭവിച്ചത് ഇതാണ്. മൈ ഭായിക്ക് സാത്ത് ഖേൽനെ ഗയ ഞാൻ എൻ്റെ സഹോദരനോടൊപ്പം കളിക്കുവാനായിട്ട് പോയി. ഉസ് ദിൻ ബാരിഷ് ഹോ ചുകി ഥി ആ ദിവസം മഴ ഉണ്ടായിരുന്നു. ബാരിഷ് ഹോ ചുകി ഥി മഴ പെയ്ത് കഴിഞ്ഞിരുന്നു. और शाम की ऐसी धूप फैली हुई थी വൈകുന്നേരത്ത് ऐसी धूप ഇങ്ങനെ ഒരു വെയിൽ ഫൈലി हुई थी വ്യാപിച്ചിരുന്നു. जो शरीर में उल्लास भरा करती है നമ്മളുടെ ശരീരത്തിന് വളരെയധികം ഉല്ലാസം, സന്തോഷം, പ്രസന്നത നിറയ്ക്കുന്ന ഒരു വെയിലായിരുന്നു. അതായത് നല്ല മഴ പെയ്ത് തോന്നു നിൽക്കുന്നു. അപ്പോൾ വൈകുന്നേരത്തെ ഒരു സൂര്യപ്രകാശം അവിടെ എല്ലാം വ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു അറ്റ്മോസ്ഫിയർ എല്ലാവർക്കും ഒരു പ്രസന്നത, ഒരു ഉന്മേഷം, ഒരു എനർജി നൽകുന്നതായിരുന്നു. നിങ്ങളതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. നല്ല മഴ പെയ്ത് നിൽക്കുന്ന സമയം, മഴ പെയ്ത് തോന്നു, നല്ല വെയിൽ വരുന്നു, വൈകുന്നേരമാണ്, ആ ഒരു ടൈമാണ്. ऐसे में कोई भी खेल बहुत तेज गति में और सम्मोह हो जाता है. അതായത് ഈ ഒരു അവസരത്തിൽ കോയി ഭി കേൽ ഏതൊരു കളിയായാലും ബഹുത്ത് തേസ് വളരെ വേഗത്തിലും ഗതിമയ ഒഴുക്കോടെയും സമ്മോഹക് ആനന്ദത്തോടെയും നമുക്ക് കളിക്കാനായിട്ട് സാധിക്കും. അത്രയ്ക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അത്. ഓക്കെ. സഭി ലഡ്കെ ഖടബൽ കേൽ രഹേ ഥേ എല്ലാ കുട്ടികളും ഖടബൽ കേൽ എന്ന് പറഞ്ഞാൽ കുട്ടിയും കോലും കളി ഉണ്ടല്ലോ, പണ്ട് കളിച്ചിരുന്ന. ചിലപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് അത് അറിയണമെന്നില്ല. ചെറിയ വടി വെച്ച് വലിയ വടി കൊണ്ട് അടിച്ച് ദൂരെയായിട്ട് തെറിപ്പിച്ച് കളയുന്ന അങ്ങനെ ഒരു കളിയാണ് കുട്ടിയും കോലും കളി എന്നാണ് പറയുന്നത്. അതാണ് ഖടബൽ കേൽ. അപ്പോൾ എല്ലാ ആൺകുട്ടികളും ഈ ഒരു കളി കളിക്കുകയായിരുന്നു. ലക്കടിക്ക് ചോട്ടി ചോട്ടി ടണ്ടിയാം അതായത് തടിയുടെ ചെറിയ ചെറിയ വടികൾ ഹർ ലഡ്കേക്ക് പാസ് ഥി എല്ലാ ആൺകുട്ടികളുടെ കയ്യിലും ഉണ്ടായിരുന്നു. പൂരി താക്കത്ത് സേ പൂർണ്ണമായ ശക്തിയോടെ ഖടബൽ കോ ജമീൻ പർ ആ ഖടബലിനെ ഭൂമിയിലും ആകെ അതായത് തറയിലും ആഗേക്ക് ഓർ ഗതി ദേത്തെ ഹുയേ മുന്നോട്ട് ഗതി ദേത്തെ ഹുയേ അതായത് മുന്നോട്ടേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് സീതേ മഹാരാജ രഹാദ നേരെ അടിക്കുമായിരുന്നു. അപ്പോൾ ഖടബല് ഭൂമിയിൽ വെച്ചിട്ട് അവിടെ വെച്ച് അടിച്ച് മുന്നോട്ട് തെറിപ്പിക്കുമായിരുന്നു. താക്കത്ത് ഔർ സംവേഗ് സേ വളരെ ശക്തിയോടെയും വേഗത്തോടെയും നമധർത്തി പർ ഗിരാ ഹുവ നമധർത്തി എന്ന് പറഞ്ഞാൽ നനഞ്ഞ ഭൂമി, നനഞ്ഞ തറയിൽ ഭൂമിയിൽ വീഴുന്ന ഖടബൽ, ഈ ഖടബൽ എന്ന് പറഞ്ഞ ചെറിയ വടി ഗുലാറ്റിയാം ഖാത്തേ ഹുയേ അതായത് കുറേ കിടന്ന് കറങ്ങി ബഹത്ത് ദൂർ തക്ക് ജാത്താത ഒരുപാട് ദൂരം വരെ പോകുമായിരുന്നു.
വേറെ ഒന്നുമല്ല, ഈ കളിയിൽ, കുട്ടിയും കോലും കളിയിൽ അടിക്കുന്ന കമ്പ് വളരെയധികം കറങ്ങി കറങ്ങി ഒരുപാട് ദൂരം പോയി വീഴുമായിരുന്നു എന്നാണ് പറയുന്നത്. മുച്ചുമേ ന ഇത്തനി താക്കത്തി, എന്നിൽ ഇത്രയും ശക്തി ഉണ്ടായിരുന്നില്ല. ന മീൻസ് നഹീം, താക്കത്ത് നഹീം തി എന്നാണ് അർത്ഥം, അതായത് ശക്തി ഉണ്ടായിരുന്നില്ല. ന മൈം ഇത്തന ബഡാ ഥ, മൈം ഇത്തന ബഡാ നഹീം ഥ, ഞാൻ ഇത്രയും വലുതുമായിരുന്നില്ല. നഹീം ഥ, അതാണ് ഞാൻ ആദ്യം കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇത്രയും വലുതുമായിരുന്നില്ല. ഇത് രണ്ടും എന്തോതിനെ കുറിച്ചാണ് പറയുന്നത്? അതായത് എനിക്ക് ഇത്രയും ശക്തി ഉണ്ടായിരുന്നില്ല, ഞാൻ അത്രയും വലുതായിരുന്നില്ല എന്ന് എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് സൂചിപ്പിക്കാനായിട്ട് കീ ഉപയോഗിച്ച് അടുത്ത സെൻറ്റൻസിൽ അത് പറയുന്നുണ്ട്. അത് കീ എന്ന് പറയുന്ന ഒരു യോജകമാണ്, രണ്ട് സെൻറ്റൻസുകളെ യോജിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു യോജകമാണ് കീ. കടബൽ ഉത്തനി ദൂർ തക്ക് പഹുഞ്ചാത്ത, ഈ കടബലിനെ അത്രയും ദൂരം വരെ എത്തിക്കുവാനും, ജബ്കി വഹാമേക്ക് ഹോഡ്, എന്നാൽ അവിടെ ഒരു വാശി, ഏക്ക് പ്രതിദ്വന്ദ്വിത ശുരു ഹോ ചുകി തി, ഒരു പ്രതിദ്വന്ദ്വിത, ഒരു പോരാട്ടം തന്നെ ശുരു ഹോ ചുകി തി, ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. മനസ്സിലായി? അതായത് കടബൽ ഉത്തനീ ദൂരത്തേക്ക് പഹുഞ്ചാത്ത, അതായത് ഈ കടബലിനെ അത്രയും ദൂരം വരെ എത്തിക്കുവാൻ വേണ്ടിയുള്ള ഒരു ശക്തി എനിക്കുണ്ടായിരുന്നില്ല, അത്രയും വലുതുമായിരുന്നില്ല ഞാൻ. എന്നാൽ അവിടെയോ, അവിടെ ഒരു ഹോഡ്, ഒരു എന്തുണ്ടായിരുന്നു, ഒരു വാശി ഉണ്ടായിരുന്നു. ഏക്ക് പ്രതിദ്വന്ദ്വിത, ഒരു പോരാട്ടം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ശുരു ഹോ ചുകി തി. കൊയ് ഭി ഹാർന നഹീം ചാത്താ ഥാ, ആരും തോൽക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. യഹ് ഏക്ക് ഏസാ ഖേൽ ഥാ, ഇത് ഇങ്ങനെയൊരു കളിയായിരുന്നു. ജിസ്മേം കോയി പാലി നഹി ഹോത്തി, ഇവിടെ ആർക്കും ഒരു ടീം ഉണ്ടായിരുന്നില്ല. കോയി കിസി കാ ജോഡിദാർ നഹി ഹോത്ത, ആരും എന്തില്ല, ജോഡിദാർ, ഒരു ജോഡിയായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അതായത് ജോഡിയായിട്ടുള്ള കളിയല്ല, ടീമായിട്ടുള്ള കളിയല്ല. ഹർ കോയി അപ്പനി അക്കേലി ക്ഷമതാസയിലെടുത്താ ഹേ, ഹർ കോയി, ഓരോരുത്തരും, എല്ലാവരും, അപ്പനി അക്കേലി ക്ഷമതാസെ, തങ്ങളുടെ ഒറ്റയ്ക്കുള്ള കഴിവിനെ, ക്ഷമത കഴിവ്, അപ്പോൾ ഒറ്റയ്ക്കുള്ള സ്വന്തമായിട്ടുള്ള കഴിവ് വെച്ച് ലെടുത്താ ഹേ, പോരാടുകയാണ്, കളിക്കുകയാണ്, മത്സരിക്കുകയാണ്. അപ്പോൾ ഈ കളിയുടെ പ്രത്യേകത, ജോഡിയായിട്ടല്ല കളിക്കുന്നത്, ടീമായിട്ടല്ല കളിക്കുന്നത്, ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും ശക്തി വേണ്ട, വേഗം വേണ്ട ഈ ഒരു കളി കളിക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ആ കളിയിൽ പങ്കുചേരാൻ സാധിച്ചില്ല എന്നാണ് അർത്ഥം. ഭായി ഭി ഉസ് കേൽ മേ ടൂബ് ഗയേ ഥേ, തൻ്റെ സഹോദരൻ, മൂത്ത സഹോദരനും കേൽമേയും ആ കളിയിൽ ടൂബ് ഗയേ ഥേ, മുഴുകിയിരുന്നു. വേ കൈ ബാർ പിച്ചഡ് രഹേ ഥേ, അദ്ദേഹം ഒരുപാട് തവണ പിച്ചഡ് രഹേ ഥേ, പുറകിലായിരുന്നു, പോയിന്റിലൊക്കെ പുറകിലായിരുന്നു. ഇസലിയ, അതുകൊണ്ട് തന്നെ, ഗുസ്സേ ഔർ തനാവുമേ, ഗുസ്സേ ദേഷ്യം, തനാവ് ടെൻഷൻ, അപ്പോൾ ദേഷ്യത്താലും ടെൻഷനാലും, അവർ ജ്യാദാ താക്കത്ത് സേ, അതുകൊണ്ട് ഒരുപാട് ശക്തിയാൽ, ഖടബൽ ഫേങ്ക് രഹേ ഥേ, ഈ ഖടബലിനെ എറിയുന്നുണ്ടായിരുന്നു, അടിച്ച് കളയുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇടയ്ക്ക് തോറ്റ് കിടന്നതുകൊണ്ട് അദ്ദേഹത്തിന് ദേഷ്യമുണ്ട്, ടെൻഷനുണ്ട്. അപ്പോൾ ഇതേ കാരണം നല്ല സ്പീഡിൽ ആ കടബിൽ അടിച്ച് കളയുന്നുണ്ടായിരുന്നു, എറിയുന്നുണ്ടായിരുന്നു. വേ മുച്ചേ ഭൂല ചുകേതേ, അദ്ദേഹം എന്നെ മറന്നു കഴിഞ്ഞിരുന്നു. ആരെയോ? ഈ ഇളയ സഹോദരനെ. അപ്പോൾ ആ മൂത്ത സഹോദരൻ കളിക്കുകയാണ്, ആ കളിയിൽ ആര് പങ്കെടുത്തിട്ടില്ല? ഇളയ സഹോദരൻ പങ്കെടുത്തിട്ടില്ല. കാരണം ഒറ്റയ്ക്കൊറ്റുള്ള കളിയായതുകൊണ്ട് ഇദ്ദേഹത്തിന് അത്രയും ശക്തിയൊന്നുമില്ല. പക്ഷേ തൻ്റെ സഹോദരൻ ആ കളിയിൽ മുഴുകിയിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം ആ കളിയിൽ മുഴുകിയിരിക്കുന്നത് കാരണം ഈ ഇളയ സഹോദരനെ കുറിച്ച് മറന്നുപോയി, ഓർത്തില്ല. और मैं अकेला छूट गया था, ഞാൻ അവിടെ ഒറ്റപ്പെട്ടു പോയി, ഒറ്റപ്പെട്ട് ഉപേക്ഷിച്ചു പോയി. ചെഹ് വർഷ പീച്ച്, 6 വർഷം പുറകിലേക്ക്, കാരണം 6 വയസ്സ് ഇളയതായത് കൊണ്ടാണല്ലോ ആ കളിയിൽ പങ്കെടുക്കാൻ പറ്റാത്തത്, കംസൂർ, ദുർബലനായതുകൊണ്ട്. ഉസ് ദിൻ ഉസ് കേൽമേം, ആ ദിവസം, ഉസ് ഖേൽമേം, ആ കളിയിൽ, ഷാമിൽ ഹോനെ കേലിയെ, പങ്കെടുക്കുവാൻ വേണ്ടി, മുച്ചേ, എനിക്ക്, ചെഹ് വർഷോങ്കി ദൂരി പാർ കർണി പഡ്തി, 6 വർഷത്തെ ദൂരം കൂടി താണ്ടേണ്ടതായിട്ടുണ്ടായിരുന്നു, കടന്നു പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. ജോ മൈ നഹീം കസക്താത, അതുകൊണ്ട് എനിക്കത് സാധിക്കുമായിരുന്നില്ല. അതായത് ഈ കളി കളിക്കാൻ എനിക്ക് സാധിക്കാത്തതിൻ്റെ കാരണം ഒരു 6 വയസ്സുകൂടെ മൂപ്പ്, അല്ലെങ്കിൽ അത്രയും ശക്തിയും കൂടെ എനിക്ക് വേണമായിരുന്നു. ഭായ് ജീത്തിനെ ലഗേദേ, സഹോദരൻ ജയിച്ചു തുടങ്ങിയിരുന്നു. ഉൻകാ ചേഹര
ഖുഷി ഔർ ഉത്തേജന മേ ദഹക് രഹാ ഥാ. അദ്ദേഹത്തിൻ്റെ മുഖം സന്തോഷത്താലും ഉത്തേജനത്താലും ജ്വലിച്ചിരുന്നു. ഉനോനെ ഏക് ബാർ ഭി, അദ്ദേഹം ഒരു തവണ പോലും മേരി ഓർ നഹീൻ ദേക്ക, എന്നിലേക്ക് നോക്കിയില്ല. വേ മുച്ചേ പൂരി തരഹ് ഭൂൽ ചുകേതെ, അദ്ദേഹം എന്നെ പൂർണ്ണമായിട്ടും മറന്നു കഴിഞ്ഞിരുന്നു. തെറ്റ് പറയാൻ പറ്റില്ല. ഒരു കളി കളിക്കുകയാണ്. ആ കളിയിൽ വാശിയോടുകൂടി കളിക്കുന്ന കളിയിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് ജ്യേഷ്ഠന് ഇളയ സഹോദരനെക്കുറിച്ച് ഓർത്തില്ല. അപ്പോൾ അദ്ദേഹം ഇളയ സഹോദരനെ മറന്നു കളിയിൽ മുഴുകുകയായിരുന്നു. മുച്ചേ പഹലി ബാർ എഹ് ലഗാക്കി, എനിക്ക് ആദ്യമായിട്ട് ഈ ഒരു കാര്യം തോന്നി. ഏതാ? കി മൈ വഹാം കഹി നഹി ഹൂം, ഞാൻ അവിടെ എങ്ങും ഇല്ല, എന്നെ ഒറ്റപ്പെടുത്തി ഞാൻ അവിടെ എങ്ങും ഇല്ല എന്നൊരു തോന്നൽ എനിക്ക് ആദ്യമായിട്ടുണ്ടായി. മുച്ചേ രോന ആരഹാഥ, എനിക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. और भाई के प्रति मेरे भीतर एक बहुत जबरदस्त പ്രതികാർ पैदा हो रहा था. അതിനാൽ സഹോദരനോട് മേരെ ഭീതർ, എൻ്റെ ഉള്ളിൽ एक ബഹുത്ത്, ഒരു വലിയ ജബർദസ്ത്, ശക്തമായിട്ടുള്ള ഒരു പ്രതികാരം പൈദാ ഹോ രഹാ ഥാ, ഉടലെടുക്കുകയായിരുന്നു. തന്നെ മറന്ന് തന്നെ പങ്കെടുപ്പിക്കാത്തതിനാലും തന്നെ മറന്നതിനാലും തൻ്റെ സഹോദരനോടൊരു പ്രതികാരം ആർക്കുണ്ടായി? എനിക്കുണ്ടായി, ഞാൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനുണ്ടായി. മൈ അപ്പനെ ഘടബൽക്കോ, ഞാൻ എൻ്റെ ഘടബൽ കൊണ്ട്, എൻ്റെ ആ വടി കൊണ്ട്, അക്കേല അലഗ് കടാഹുവായിക്ക് പത്തർ പർ, ഒറ്റയ്ക്ക്, അലഗ് കടാഹുവ അതായത് അവിടെ ഒറ്റപ്പെട്ട് കിടന്ന ഒരു പത്തർ പർ, കല്ലില്, പടക് രഹാധാം, ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരുന്നു. മൈ ഈർഷ്യ, ആത്മഹീനത, ഉപേക്ഷ അവർ നഗണ്യത കി ആഞ്ചമേ ചുലസ് രഹാദ. മൈം, ഞാൻ, ഈർഷ്യ, അസൂയ കൊണ്ടും, ആത്മഹീനത, ആത്മനിന്ദ കൊണ്ടും, ഉപേക്ഷ, തന്നെ തിരസ്കരിച്ചു, തന്നെ അവോയ്ഡ് ചെയ്തു എന്നതുകൊണ്ടും, അവർ നഗണ്യത എന്ന് പറഞ്ഞാൽ അവഗണന, അവഗണിച്ചത് കൊണ്ടും, അതിൻ്റെയൊക്കെ ആഞ്ചമേം, അതിൻ്റെയൊക്കെ ജ്വാലയിൽ, ചുലസ് രഹാദ, വാടുകയായിരുന്നു. അപ്പോൾ തന്നെ അവഗണിച്ച, കളിയിൽ മുഴുകിയിരിക്കുന്ന സഹോദരൻ, തനിക്ക് കളിക്കാനും പറ്റുന്നില്ല, തന്നെ എന്ത് ചെയ്തു, അവോയ്ഡ് ചെയ്തു എന്നൊക്കെ ഓർത്ത് അവനിങ്ങനെ വാടിക്കരിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് ദേഷ്യവും സങ്കടവും ഒക്കെ ആയി ഇങ്ങനെ ഇരിക്കുകയാണ്. മാത്രമല്ല മൂത്ത സഹോദരനോട് വലിയൊരു പ്രതികാരം ചെയ്യണം എന്ന ഒരു മനോഭാവം ഉണ്ടായി. വലിയൊരു ശക്തമായ പ്രതികാരം തൻ്റെ ഉള്ളിൽ ഉടലെടുക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. അപ്പോൾ നമുക്ക് ആലോചിക്കാം, അതായത് ഈവൻ എന്ത് പ്രതികാരമായിരിക്കും ചെയ്യുക? മൂത്ത സഹോദരനോട് പ്രതികാരം ചെയ്യുമോ? ചെയ്താൽ തന്നെ എങ്ങനെയായിരിക്കും ചെയ്യുക? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യാനുള്ള കാരണം? അത് നമുക്കറിയാം, തന്നെ കളിയിൽ പങ്കെടുപ്പിച്ചില്ല. അപ്പോൾ അത് എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്ലാസ് നന്നായിട്ട് മനസ്സിലാക്കുക, ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക, ന്യൂ വേർഡ്സൊക്കെ നോട്ട് ബുക്കിൽ എഴുതി തന്നെ പഠിക്കുക. ഓക്കെ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ. ओके, अगली कक्षा में हम फिर मिलेंगे. धन्यवाद.